അതേ ഒരാള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് രാവിലെ സൈക്കിളിൽ നിന്ന് വന്നേക്കും. നിങ്ങൾ ജനിച്ചപ്പോഴേ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നോ? 6 കൊല്ലമായിട്ട് 6 കൊല്ലല്ല 2013 ശീലിച്ചതാ. അതിരാവിലെ കൂളിംഗ് ഗ്ലാസ് വെക്കണം അമ്മ പറഞ്ഞിട്ടുണ്ട്. ആണോ? കാരണം സൂക്ഷിക്കണില്ല, കിണറ്റി വീഴും. പകുതി മഞ്ഞ് പകുതി താഴെ ബ്ലാക്ക്, പിന്നെ സ്ട്രൈപ്സ് ഉള്ളതുണ്ട്, നീളത്തിലുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. ഷർട്ട് നമ്മള് ഫ്ലാഗ് ഓഫ് ഇവന്റിന് മറ്റോക്കിയിട്ട് നമ്മുടെ ഗൂസ്ബെറിയുടെ ഷർട്ടാണ്. പോ ഹായ്, എന്റെ ഒരു എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ചോപ്പ് സ്റ്റിക്സ് ഇത് വെച്ചിട്ട് കഴിക്കാൻ അറിയാം നിനക്ക്? എനിക്കോ? നമുക്ക് നമ്മുടെ കത്തിയും ഫോർക്കും സ്പൂണും മാത്രമേ പറ്റുള്ളൂ. നിനക്കതൊക്കെ പറ്റുമോ? എനിക്ക് കയ്യ. ഒരു കാര്യം കൂടി, ഈ ഒരു മേഖലയിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരൊറ്റ കഴിവ് എന്താ? അത് എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. സത്യമാണ്. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ക്ഷമയുണ്ടാവണം. അതായത് ഒരു ടേബിൾ ക്ലീൻ ചെയ്യുന്നത് മുതൽ ഒരു ഹോട്ടൽ കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ വരെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം, ക്ഷമയുണ്ടാവണം. ചിരിച്ചോണ്ട് കേൾക്കണം. കൺഗ്രാറ്റ്സ് തകർന്ന് കൊള്ളാം. അല്ല, അവനെന്തോ എക്സോ 3 ഷോ എന്ന് പറഞ്ഞപ്പോ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ അടിച്ച് കാണിച്ചത് മനസ്സിലായില്ല എന്താണുള്ളത്. 1150 വന്നിട്ട് മൊബൈൽ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഇതല്ലേ? അല്ല, 3 ഷോ എന്ന് പറഞ്ഞപ്പോ 3000 ടീമോളാ. ഞാൻ തോടാത്തോടെയാണെങ്കിലും കാര്യങ്ങൾ നടക്കും. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗജാനനം ഭൂതഗണാഃ സേവിതം. ഏതോ സന്തോഷ് ട്രോഫി മേടിച്ചിട്ട് വിൻ ചെയ്ത് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന രണ്ടാളും കൂടി. ഇനി ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പഞ്ഞമില്ല. അതെ, ഇനി നമ്മൾ എവിടെ പെട്ട് കിടന്നാലും എന്ത് ചെയ്താലും നമ്മൾ ഭക്ഷണത്തിന് ഒരു പഞ്ഞവുമില്ല. നമ്മളുടെ നൂഡിൽസ് ഉണ്ട്. കുക്കിനെ അതെ, ഇവന് പാചകം ഒട്ടും അറിയില്ല എന്നാണ് അഞ്ജു പറഞ്ഞത്. അപ്പൊ അഞ്ജു പറഞ്ഞു ശ്രീത്തേട്ടൻ അവനെ പാചകം പഠിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് യമിലിനെ പാചകം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പാചകം ചെയ്യണം, വണ്ടി മീനവിൽ ഉണ്ടാക്കി തരണമല്ലോ. പളപളന്ന് വെട്ടിത്തിളങ്ങുന്ന ഈ പാത്രം എങ്ങനെ സാധ്യമായെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മള് റൂമെല്ലാം എടുത്ത് 6000 രൂപ ആക്കി കേട്ടോ. 6000 രൂപയ്ക്ക് നമുക്ക് 3 പേർക്ക് താമസം. 3 പേർക്ക് താമസം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നാളെ രാവിലെ ട്രെയിനിൽ കയറി പോവാൻ നേരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മുതലാക്കും. 6000 രൂപ മുട്ടിപ്പിടിക്കുക. 3 മുട്ടയും. വിച്ച് ഫ്ലോർ? ഓക്കെ. എന്റെ പൊന്നെ, നാട്ടുകോഴി ഈ 6000 രൂപയ്ക്ക് നല്ലിശേട്ടന്റെ ഫുഡ് എടുത്ത് ഞാൻ ബാഗിലിടും. ഇതൊക്കെ ഹിമാലയൻ റെയിൽവേ എന്ന് പറയുന്നത് DHR എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാരോ ഗേജ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ഈ റെയിൽവേ സിസ്റ്റത്തിലാണ്. ഇപ്പോഴും ഇവര് സ്റ്റീം എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത് 1880കളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ബ്രിട്ടീഷ് കാലത്ത്. ഇപ്പോഴും എത്ര ഭംഗിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കിയാ സ്റ്റീം എഞ്ചിനൊക്കെ അല്ലേ? അതെ അതെ. ഒരു 10 മിനിറ്റ് വിക്കിപീഡിയ നോക്കി കാണാതെ പഠിച്ചിട്ടാണ് എമിൽ ഇത്രയും കാര്യം നമുക്ക്. ഞാൻ സീറ്റ് പിടിച്ചിട്ടുണ്ട്. സീറ്റ് പിടിച്ച പേപ്പർ ഇട്ടാണോ പിടിച്ചത്? അല്ല, പിന്നെ താങ്ക് യു ആൻഡ് താങ്ക് യു ഫായിസ് ഫോർ ദാറ്റ്. താങ്ക് യു എമിൽ. എന്തിനൊക്കെ ഞാൻ താങ്ക് യു പറയുന്നത്? ഫുഡ് കഴിച്ച പല്ല് കഴിക്കുന്ന രാവിലെ പൂരി കഴിച്ചതിന് ശേഷം നമ്മളിപ്പോ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ. കാറുകൾ പോകുന്ന വഴിയാണ് ഇത്. കാറ് പോകുന്ന വഴി. വലത് ടയർ വെച്ച് കയറാൻ പോവാണേ. വലത് ടയർ വെച്ച് ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. പോട്ടെ. അങ്ങനെ ആനക്കട്ടിയിലത്തെ പൈസ തമിഴ്നാട്ടിലെടുക്കലോ? അപ്പുറത്ത് കിളി പോയെന്ന് തോന്നുന്നു ആ പാവത്തിന്.